അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മീയ പാരമ്പര്യ ചികിത്സാലയം ഷമീർ ഉസ്താദ് എന്ന യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ള സബ്സ്ക്രൈബ് കുറവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ആത്മീയ പാരമ്പര്യ ചികിത്സാലയം ഷമീർ ഉസ്താദ് എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്കുകളുണ്ട്. എല്ലാത്തിലും കയറി വരിക. അതിലൊക്കെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുകളൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂട്യൂബിൻ്റെയൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി വരിക. നമ്മളെ വിശ്വാസമുള്ളവരൊക്കെ അതിൽ കയറി വരാവുന്നതാണ്. നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ജാതി മതം ഭേദമന്യം സർവർക്കും സ്വാഗതം. നമ്മളെല്ലാ മതക്കാരുടെയും എടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് വരാതെയും ഫോണിലൂടെ തന്നെ നോക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അഥവാ പരിഹാരം ചെയ്യാൻ നേരിട്ട് വരാൻ കഴിയുമെങ്കിൽ വരിക, ഇല്ലെങ്കിൽ അതും വരാതെയും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരിട്ട് വരാൻ കഴിയാത്തവർക്കും വരാൻ നമ്മളെ സമീപിക്കാവുന്നതാണ്. നമുക്ക് വിദേശത്തൊക്കെ ഇഷ്ടം പോലെ കസ്റ്റമറുകളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഒരുവിധമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കസ്റ്റമറുണ്ട്. ഇന്ത്യയിലും പുറത്തും അതുപോലെ ദ്വീപുകളിലും എല്ലാം നമുക്ക് കസ്റ്റമറുണ്ട്. ജപ്പാനിൽ വരെ നമുക്ക് കസ്റ്റമറുണ്ട്. അവരൊക്കെ നേരിട്ട് വരാതെ തന്നെ ചെയ്യണം. അവർക്കിപ്പോൾ വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. നേരിട്ട് വരാൻ കഴിയുന്നവർ നേരിട്ട് വരിക, ഇല്ലാത്തവർ അല്ലാതെയും സമീപിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം സെഹർ എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. സെഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ സെഹർ എന്ന് പറയുന്നത് ഇസ്ലാമികപരമായി പറയുന്ന ഒരു ഭാഷയാണ്. മറ്റ് മതസ്ഥർ പറയുന്ന വാക്ക് അതിന് മന്ത്രവാദം, കൂടോത്രം, ആഭിചാര കർമ്മങ്ങൾ എന്നാണ് പറയുക. എല്ലാം ഒന്ന് തന്നെയാണ്. അത് ഓരോ ചെയ്യുന്ന രീതികളിൽ മാറ്റം, പറയുന്ന പേരുകളിൽ മാറ്റം, ഫലങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇസ്ലാമിൽ സെഹർ എന്ന് പറയും, മറ്റുള്ള ആഭിചാര കർമ്മങ്ങൾ, കൂടോത്രം എന്നെല്ലാം പറയുന്നു എന്ന് മാത്രമുള്ള പേരുകളിലെ മാറ്റുള്ള പവറുകളിൽ ഒന്ന് തന്നെയാണ്. ചെയ്യേണ്ട പോലെ ചെയ്താൽ പറ്റേണ്ടതുപോലെ പറ്റും എന്ന് മനസ്സിലാക്കുക. ഏത് മതസ്ഥർ ചെയ്താലും സെഹർ ചെയ്യണ പോലെ ചെയ്താൽ പണി കിട്ടുന്നതാണ്. സെഹർ ബാത്തിലാക്കിയാൽ തന്നെ ബാത്തിലാവുകയുള്ളൂ. എത്ര 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, സിയാറത്ത് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാലും സെഹർ പറ്റില്ല എന്ന് വാദിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ നല്ല അമ്പലങ്ങളിൽ പോകുന്ന ആളാണ്, ഞാൻ ഉപാസനയുള്ള ആളാണ് എന്നും പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. അതിനുള്ള ഉദാഹരണങ്ങൾ ചരിത്രങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സെഹർ പറ്റിയിട്ടുണ്ട്. നബി തങ്ങളെ മാതിരി ഇബാദത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ എന്താ നമുക്ക് സെഹർ പറ്റില്ലേ? അപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സെഹറും പറ്റിയിട്ടുണ്ട്. അത് ബാത്തിലാക്കിയിട്ടാണ് ബാത്തിലായത് എന്ന് മനസ്സിലാക്കുക. അത് വന്നതുകൊണ്ടാണ്, മുത്തുനബിക്ക് വന്നതുകൊണ്ടാണ് നമുക്കെന്ന് മാറ്റാനുള്ള വഴികളുണ്ടായത് എന്ന് മനസ്സിലാക്കുക. അതൊക്കെ നിമിത്തമാണ്, നമുക്ക് മനസ്സിലാവാനും കൂടിയിട്ടാണ് മുത്തുനബിക്ക് സെഹർ പറ്റിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അതുകൊണ്ടാണല്ലോ ഹദീസുകളും അതുപോലെ തന്നെ ഖുർആൻ ആയത്തുകളൊക്കെ സൂറത്തുകളൊക്കെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഹബീബായ മുത്തുനബിക്ക് പറ്റിയത് കൊണ്ടാണ്. അപ്പോൾ പറ്റിയത് നമുക്ക് അതൊരു നിമിത്തമാണ്, മനസ്സിലാക്കാൻ നിമിത്തമാണ്. അതുപോലെ തന്നെ അതിന് പരിഹാരം വരാനുള്ള നിമിത്തം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആർക്കും സെഹർ പറ്റുമെന്നും അത് ബാത്തിലാക്കിയാൽ തന്നെ ബാത്തിലാവുള്ള എന്നും നമ്മൾ മനസ്സിലാക്കുക. എന്താണ് സെഹർ എന്നാണ് നമ്മുടെ വിഷയം. അപ്പോൾ സെഹർ എന്ന് പറഞ്ഞാൽ ഒരാളെ മന്ത്രവാദം ചെയ്യുക, ഒരാളെ ദ്രോഹിക്കുക എന്നതാണ് സെഹർ. ഇസ്ലാമികപരമായിട്ട് ഇപ്പോൾ ഞാനടക്കം കുറേ ആൾക്കാർ, ഉസ്താദക്കന്മാരും തങ്ങന്മാരും മറ്റുള്ള മതസ്ഥരും നമ്മൾ ഇങ്ങനെ ചികിത്സിക്കുന്നവരുണ്ട്. പക്ഷേ സെഹർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ എതിരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സെഹർ ചെയ്യുന്നില്ല, നമ്മൾ സെഹർ ബാത്തിലാക്കുന്നേ ഉള്ളൂ. തടസ്സങ്ങൾ ഏത് വിഷയങ്ങളാണെങ്കിലും നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. സെഹർ നമ്മൾ ചെയ്യില്ല. അത് ഞാനും നല്ല ഈമാനുള്ള ഒരു വ്യക്തിയും ചെയ്യില്ല. ഒരു ഉസ്താദിൻ്റെ അടുത്തും തങ്ങളുടെ അടുത്തും പോയാൽ പടച്ചവനെ പേടിയുള്ളവരാരും ചെയ്യില്ല. ബാത്തിലാക്കാൻ നമുക്ക് ബാത്തിലാക്കാം. നമ്മൾ മഹാന്മാരുടെ അർത്ഥത്തിലും നമ്മൾ പഠിച്ച കർമ്മത്തിലും നമ്മൾ ബാത്തിലാക്കുന്നുണ്ട്. എത്ര വലിയ ഇളകി കുത്തി മറിയുന്ന കേസും ഇളകി ആകെ വയലൻ്റായ കേസുകളും നമ്മുടെ അടുത്ത് കൊണ്ടുവരെ അപ്പം തന്നെ, നാളെയെന്ന് നമ്മൾ പറയില്ല, അപ്പം തന്നെ നമ്മളത് സൈലൻ്റ് ആക്കുക എന്ന് മാത്രമല്ല പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ സൈലൻ്റ് ആക്കിയിട്ട് കളിച്ച് ചെറിച്ചിട്ട് കൂടാണ്ട് വിട്ടുതരും. കയ്യും കാലും കെട്ടി കൊണ്ടുവരുന്ന കേസുകൾ ഇപ്പോൾ കൊണ്ടുവന്നോ നമ്മൾ റെഡിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഏർവാടി പോപ്പാറുടെ ബർക്കത്ത് കൊണ്ട് നമ്മൾ മാറ്റും.
നമ്മുടെ ഗുരുനാഥകന്മാരെ ബർക്കത്ത് കൊണ്ട്. അതാണ്. അപ്പോൾ സഹർ ചെയ്യാൻ ഇസ്ലാമിലെ നിയമമില്ല, പക്ഷേ മാറ്റാനേ നിയമമുള്ളൂ. അപ്പോൾ ഏത് രീതിയിലും ചെയ്യാനുള്ളത് ഇസ്ലാമിലുണ്ട്, ഇസ്ലാമിലില്ലാത്ത ഒന്നുമില്ല, പക്ഷേ അത് ചെയ്യാൻ പാടില്ല. കിതാബുകളിൽ രേഖപ്പെടുത്തി കാണാം, കുരങ്ങൻ്റെയിൽ പൂമാല കെട്ടിയ മാതിരി ആവരുത്, അതല്ലെങ്കിൽ പുറത്തുണ്ടാവും. അള്ളാനെ മറന്ന് പ്രവർത്തിക്കരുത്, ഇങ്ങനെയൊക്കെ അതിൻ്റെ ഒരു അടിയിൽ എഴുതി കെടുത്തുണ്ടാവും. കിതാബിൽ സഹർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ചോട്ടിൽ എഴുതി ഉണ്ടാവും, ചെയ്യരുത്, ചെയ്തു പോകരുത്, അള്ളാനെ മറക്കരുത് എന്നുള്ള ഒരു സൂചനകൾ അവിടെ ഉണ്ടാവും. അതെന്താ വെച്ചാൽ ഇസ്ലാമിൽ എന്തിനും ഉണ്ട് എന്നുള്ളതിനാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് അപ്പോൾ പിന്നെ എന്തിനാണ് കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ പല ആയുധങ്ങളും ഉണ്ട്, വീട്ടുകളിലും നമ്മൾ അതിനനുസരിച്ചുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അയച്ചിട്ട് ദുരുപയോഗം ചെയ്യാൻ പാടുമോ? ഒരു യുദ്ധം വന്ന ഇന്ത്യക്കാരും ആയുധം എടുത്തിട്ട് യുദ്ധം ചെയ്യും, അയച്ചിട്ട് വെറുതെ ഇട്ടിട്ട് പിടിക്കില്ലല്ലോ. എന്തിനും അതിൻ്റെതായ ഒരു നിയമവശങ്ങളുണ്ടല്ലോ. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഒരാളെ കൊല്ലിട്ട് വരും, അയച്ചിട്ട് നമ്മൾ കൊല്ലാനായിട്ട് നടക്കാൻ പാടുമോ? എന്നതും മാതിരി എല്ലാവരും ഒരു ആയുധങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ വീട്ടിൽ കത്തിയുണ്ട്, എല്ലാവരുടെ വീട്ടിലും കത്തിയുണ്ട്, അത് നമ്മൾ വീട്ടിലാവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. ഒരാളെ കൊല്ലാനും പറ്റും, അയച്ചിട്ട് നമ്മൾ കൊല്ലാനായിട്ട് നടക്കാൻ പാടില്ല. എന്ന മാതിരി തന്നെ നമ്മളത് നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുക, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇസ്ലാമിൽ അതിനുള്ളതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യാൻ പാടില്ല, അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത കാര്യമാണ്. സഹർ ആരും ചെയ്യാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. സഹർ എന്ന് പറഞ്ഞാൽ ഉള്ളതാണ് എന്നും അത് മാറ്റാനുള്ള കാര്യങ്ങളുണ്ട് എന്നും ഒക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. എത്ര വലുതുണ്ടെങ്കിൽ മാറ്റാനും നമ്മളെടുത്ത് വന്ന് സമീപിച്ചാൽ നമ്മൾ മാറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സഹർ ചെയ്യുന്നത്. ഒരാൾ നശിച്ച് കാണണം, ഒരു ഭാര്യ ഭർത്താവ് കലഹിച്ച് പിരിയണം, അതുപോലെ കുടുംബത്ത് ആകെ പ്രശ്നങ്ങളുണ്ടാകും, വാപ്പയും മക്കളും എല്ലാവരും കൂടിയിട്ട് തല്ലുകൂടലും വഴക്കുകളും ആകെ അതിർത്തി പ്രശ്നങ്ങളും ഓരോ പ്രശ്നങ്ങളിങ്ങനെ കൂട്ടി വരിക, ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു ജോലിയിൽ ഒരുത്തൻ പോകുന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി സഹർ ചെയ്തിട്ട് ആളെ പുറത്താക്കും. അതുപോലെ തന്നെ ജോലി ചെയ്ത വിഷയങ്ങൾ, അതുപോലെ അയാൾ ഏത് രീതിയിലാണ് നല്ലപോലെ ജീവിക്കുന്നത് വെച്ചാൽ അത് കണ്ടുകൂടാത്തൊരു വ്യക്തി ചെയ്യുന്നത് തന്നെയാണ് സഹർ എന്ന് പറയുന്നത്. അപ്പോൾ സഹർ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല. ഒരാളെ കയ്യും കാലും ഒടിക്കാൻ പറ്റും, ഒരാളെ കൊല്ലാൻ പറ്റും, ചൊറിച്ചിറങ്ങാക്കാൻ പറ്റും, ഒരാളെ നല്ല ജോലിയിൽ പോകുന്ന ഒരു വ്യക്തിനെ ജോലി ഇല്ലാതാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിതം, നല്ല കുടുംബം നയിക്കുന്ന ഒരു വീട്ടിൽ വഴക്കുകൾ ഉണ്ടാക്കുക, കുടുംബകലഹങ്ങൾ ഉണ്ടാക്കുക, തമ്മിൽ സ്വരച്ചേർച്ചില്ലാതാക്കുക, ഭാര്യ ഭർത്താക്കന്മാരെയും ഉമ്മയും മക്കളൊക്കെ തമ്മിൽ ഒരാൾ പറയുന്നത് മറ്റാൾക്ക് പറ്റാത്ത അവസ്ഥ വരിക, അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുക. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരോട് പറയും, അവർക്ക് കേൾക്കുമ്പോൾ അത് നല്ലതായി തോന്നില്ല, നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാവും പറയും, അവരെ കുറ്റപ്പെടുത്തിയ മാതിരി അവർക്ക് തോന്നും. അവർ നമ്മളെ പറയുമ്പോൾ അവർ നല്ലത് കണക്കൂട്ടിയിട്ടാവും പറയും, നമുക്കത് കുറ്റപ്പെടുത്തിയ മാതിരി തോന്നും. അങ്ങനെ തോന്നിപ്പിക്കലാണ്. അപ്പോൾ നല്ലത് പറഞ്ഞാൽ തല കയറില്ല, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി അങ്ങനെ പ്രശ്നങ്ങളാവുക, അങ്ങനെ കുടുംബ കലഹങ്ങൾ ഉണ്ടാവുക, അതുമാതിരി രോഗങ്ങൾ ഉണ്ടാക്കുക. അതിനുള്ള ബിസിനസ്സൊക്കെ അങ്ങോട്ട് പോളി. ഏത് ബിസിനസ്സിൽ ഏത് മേഖലയിൽ നമ്മൾ കയറിയാലും വിജയം.